പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 2 എക്സാമ്പിൾ 7, 8, 9 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഇതിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. മോർ എക്സ്പ്രഷൻസ് ആൻഡ് ദെയർ ടേംസ്. ഓക്കെ, എക്സാമ്പിൾ 7. Amu, Charan, Madhu and John went to a hotel and ordered 4 dosas. Each dosa cost ₹23 and they wished to thank the waiter by tipping ₹5. Write an expression describing the total cost. അപ്പോൾ ഇവിടെ 4 പേരും കൂടെ ചേർന്ന് ഒരു ഹോട്ടലിൽ പോയിട്ട് 4 ദോശ ഓർഡർ ചെയ്തു. ഒരു ദോശയ്ക്ക് ₹23 ആണ്. അതേപോലെ അവർ വെയിറ്ററിന് ₹5 ടിപ്പായിട്ടും കൊടുത്തു. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 4 ദോശയ്ക്ക് എത്രയായിരിക്കും കോസ്റ്റ് വരിക? ഒരു ദോശയ്ക്ക് ₹23 ആണല്ലേ. ഒരു ദോശയ്ക്ക് 1 ദോശയ്ക്ക് ₹23 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ദോശയ്ക്ക് എത്രയായിരിക്കും? 4 × 23 ആയിരിക്കും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് 4 ദോസാസ് ഈസ് ഈക്വൽ ടു 4 × 23. ഇനി എന്താണ്? ടിപ്പ് കൊടുത്തു, വെയിറ്ററിന് ടിപ്പ് കൊടുത്തു. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 4 × 23 + 5 എന്ന് കിട്ടും. 4 × 23 + 5 ഇതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ടേമുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടേമുകൾ, എക്സ്പ്രഷനിലെ ടേമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത് പ്ലസ് സൈൻ ഉപയോഗിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലസ് സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് എന്തൊക്കെയാണ്? 4 × 23 5 അപ്പോൾ 4 × 23 ഒരു ടേമാണ്, 5 ഒരു ടേമാണ്. 4 × 23 ചെയ്താൽ നമുക്ക് 92 കിട്ടും. +5 ദാറ്റ് ഈസ് 97. അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? 4 × 23 + 5 ആണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. ഇനി അടുത്ത് നോക്കിയാൽ, ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഗോസ് അപ്പ് ടു 7 ആൻഡ് ദ ടിപ്പ് റിമെയിൻസ് ദ സെയിം, ഹൗ മച്ച് വിൽ ദേ ഹാവ് ടു പേ? റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദിസ് സിറ്റുവേഷൻ ആൻഡ് ഐഡൻറ്റിഫൈ ഇറ്റ്സ് ടേംസ്. അപ്പോൾ മുകളിൽ 4 ഫ്രണ്ട്സാണ് പോയത്. അപ്പോൾ ഇവിടെ 7 ഫ്രണ്ട്സാണ് പോകുന്നതെങ്കിൽ എക്സ്പ്രഷൻ എന്ത് വരും അല്ലേ? അപ്പോൾ 7 പേരാണ് പോകുന്നതെങ്കിൽ 7 ദോശ ഓർഡർ ചെയ്യും. അപ്പോൾ എന്ത് വരും? കോസ്റ്റ് ഓഫ് 7 ദോസാസ് ഈസ് ഈക്വൽ ടു 7 × 23. പിന്നെ എന്ത് കൊടുക്കും? ₹5 വെയിറ്ററിന് ടിപ്പ് കൊടുക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് എന്ത് വരും? 7 × 23 + 5 എന്ന് കിട്ടും. ഇവിടുത്തെ ടേംസ് ഏതൊക്കെയാണ്? 7 × 23 ഒരു ടേമാണ്, 5 ഒരു ടേമാണ്. അപ്പോൾ 23 × 7, 7 3s are 21, 7 2s are 14 + 2 16. 161 + 5 ഈസ് ഈക്വൽ ടു 166 ആണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത്, ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ പ്ലേയിങ് ഫയർ ഇൻ ദ മൗണ്ടൻ റൺ റൺ റൺ. Whenever the teacher calls out a number, students are supposed to arrange themselves in group of that number. Whoever is not part of the announced group size is out. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? ഒരു നമ്പർ വിളിച്ചു അല്ലേ. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ എന്ത് ചെയ്യണം? ഗ്രൂപ്പായിട്ട് അവരെ അറേഞ്ച് ചെയ്ത് നിൽക്കണം. ഓരോ ഗ്രൂപ്പിലും ആ ടീച്ചറെ വിളിച്ച അത്രയും നമ്പേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെയല്ലേ പറഞ്ഞ്? സ്റ്റുഡൻസ് ആർ സപ്പോസ് ടു അറേഞ്ച് ദംസെൽസ് ഇൻ ഗ്രൂപ്പ് ഓഫ് ദാറ്റ് നമ്പർ. അപ്പോൾ ആ ടീച്ചർ വിളിച്ച ആ നമ്പർ അനുസരിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ തന്നെ അറേഞ്ച് ചെയ്ത് നിൽക്കണം. ഇനി ഈ ഗ്രൂപ്പിലല്ലാതെ, അതായത് അത്രയും ഗ്രൂപ്പ് ഉണ്ടാക്കാനില്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെന്താകണം? ഔട്ടാകണം. റൂബി വാണ്ടഡ് ടു റെസ്റ്റ് ആൻഡ് സാറ്റ് ഓൺ വൺ സൈഡ്. ദി അതർ 33 സ്റ്റുഡൻസ് വെർ പ്ലേയിങ് ദ ഗെയിം ഇൻ ദ ക്ലാസ്. ദ ടീച്ചർ കോൾഡ് ഔട്ട് 5. അപ്പോൾ ബാക്കിയുള്ള 33 പേരെന്ത് ചെയ്തു? ഗെയിം കളിച്ചു. അപ്പോൾ ടീച്ചർ വിളിച്ച നമ്പർ എത്രയാണ്? 5. വൺസ് ചിൽഡ്രൻ സെറ്റിൽ റൂബി റോട്ട്. അപ്പോൾ 33 ചിൽഡ്രൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 33 ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു. ടീച്ചർ 5 എന്ന
നമ്പർ വിളിച്ചു. അപ്പോൾ ഈ 33 ചിൽഡ്രനിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും? 5 ചിൽഡ്രൻസ് വെച്ച്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം അല്ലേ. 6 × 5 30 വരും, 7 × 5 35 വരും. പക്ഷേ ഇവിടെ 35 എടുക്കാനുള്ള ചിൽഡ്രൻ ഇല്ല, 33 ഉള്ളൂ. അപ്പോൾ 6 × 5 30 നമുക്ക് കിട്ടും. 6 × 5 = 30. ബാക്കി എത്ര സ്റ്റുഡൻസ് വരും? 3 സ്റ്റുഡൻസ് ബാക്കി വരും. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഔട്ടായിട്ട് മാറിയിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ അറിയില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? 33 / 5 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 6 5s are 30. റിമൈൻഡർ നമുക്ക് 3 എന്ന് കിട്ടും. ഈ 3 ആണ് അധികം വരുന്നത്. അപ്പം നമുക്ക് എന്തെഴുതാം? 6 × 5 + 3. ഇതിന് 33 നമുക്ക് ഇങ്ങനെ എഴുതാം. 6 × 5 + 3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇനി ഈ എക്സ്പ്രഷനെ, അതായത് 6 × 5 + 3 നമുക്ക് ടേംസിൻ്റെ സം ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 6 × 5 ഒരു ടേമാണ്, 3 അടുത്ത ടേമാണ്. ഇനി നോക്കിയേ, ഫോർ ഈച്ച് ഓഫ് ദി കേസസ് ബിലോ റൈറ്റ് ദി എക്സ്പ്രഷൻ ആൻഡ് ഐഡൻറ്റിഫൈ ഇറ്റ്സ് ടേം. ഇഫ് ദ ടീച്ചർ ഹാഡ് കോൾഡ് ഔട്ട് 4, റൂബി വുഡ് റൈറ്റ്. അപ്പോൾ ടീച്ചർ 4 വിളിക്കുകയാണെങ്കിൽ റൂബി എന്തെഴുതും? 4 വിളിക്കുന്നു. 4 സ്റ്റുഡൻസിനെ വിളിക്കുകയാണെങ്കിൽ എന്തെഴുതും? 33 സ്റ്റുഡൻസിൽ 4ൻ്റെ ഗ്രൂപ്പ് വെച്ചിട്ട് വരണം. അപ്പോൾ 4 എത്ര ചെയ്താൽ വരും? 33 വരണമെങ്കിൽ 8 വെച്ച് വരും അല്ലേ. 8 × 4, 8 4s are 32. ബാക്കി 1 റിമൈനിങ് ആയിട്ട് വരും. അപ്പോൾ 8 × 4 + 1 എന്ന് എഴുതാം. ഇവിടെ 8 × 4 ഒരു ഗ്രൂപ്പാണ്, 1 അടുത്ത ഗ്രൂപ്പാണ്. ഇനി 7 വെച്ച് വിളിക്കുകയാണെങ്കിലോ? 7 വെച്ച് വിളിക്കുകയാണെങ്കിൽ 7ൻ്റെ ഗ്രൂപ്പാണ്. അപ്പം 7 × 4, 4 7s are 28. ബാക്കി എത്ര വരും? 5. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, എന്ത് ചെയ്യണം? 33 / 7 ചെയ്ത് നോക്കുക. അപ്പം 7 4s are 28, 5. അപ്പോൾ 7 × 4 + 5, അല്ലെങ്കിൽ 4 × 7 + 5 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. 4 × 7 + 5 നമുക്ക് എക്സ്പ്രഷൻ എഴുതാം. 4 × 7 ഒരു ടേമാണ്, 5 അടുത്ത ടേമാണ്. റൈറ്റ് എക്സ്പ്രഷൻ ലൈക്ക് ദി അബവ് ഫോർ യുവർ ക്ലാസ് സൈസ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ വെച്ച് ഇങ്ങനെ ചെയ്യാനാണ് ഇവിടെ അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് എക്സാമ്പിൾ 9. Raghu bought 100 kilogram of rice from the wholesale market and packed them into 2 kilogram packets. രഘു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് 100 കിലോഗ്രാം റൈസ് കൊണ്ടുവന്നിട്ട് അതിനെ 2 കിലോഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ട് പാക്ക് ചെയ്തു. ഹി ഓൾറെഡി ഹാഡ് 4 2 കിലോഗ്രാം പാക്കറ്റ്. ഓൾറെഡി അവൻ്റെ കയ്യിൽ 2 കിലോഗ്രാമിൻ്റെ 4 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി നമ്പർ ഓഫ് 2 കിലോഗ്രാം പാക്കറ്റ് ഓഫ് റൈസ് ഹി ഹാസ് നൗ ആൻഡ് ഐഡൻറ്റിഫൈ ദ ടേംസ്. ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ള 2 കിലോഗ്രാം പാക്കറ്റിൻ്റെ നമ്പർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അവൻ്റെ കയ്യിൽ 2 കിലോഗ്രാമിൻ്റെ 4 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് 4 പാക്കറ്റ്സ്. പിന്നെ അവന് 100 കിലോഗ്രാം കൊണ്ടുവന്നിട്ട് 2 കിലോഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആക്കി. അപ്പോൾ എത്ര പാക്കറ്റ്സ് കാണും? 100 കിലോഗ്രാം കൊണ്ടുവന്നിട്ട് 2 കിലോഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ 50 പാക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, 100 / 2. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 50 പാക്കറ്റ്സ് എന്ന് എഴുതണ്ട കേട്ടോ. അപ്പോൾ ദ നമ്പർ ഓഫ് 2 കിലോഗ്രാം പാക്കറ്റ്സ് ഹി ഹാസ് നൗ ഈസ്, ഓൾറെഡി അവൻ്റെ കയ്യിൽ 4 ഉണ്ടായിരുന്നു. പിന്നെ അവൻ 100 കിലോഗ്രാമിനെ 2 കിലോഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആക്കി. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ 4 + 100/2 എന്ന് കിട്ടി. ടേംസ് ഏതൊക്കെയാണ്? 4 ഒരു ടേമാണ്, 100/2 അടുത്ത ടേമാണ്. കണ്ടോ, അതാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. ഞാനിവിടെ ആൻസറും കൂടെ എടുത്തിരിക്കുന്നത്. ഇത് എഴുതുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ എഴുതുമ്പോൾ അത്ര വൃത്തിയായിട്ട് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് എക്സാമ്പിൾ 10. Kannan has to pay ₹432 to a shopkeeper using coins of ₹1 and 5
and notes of rupees 10, 20, 50 and 100. How can he do it? ഇപ്പോൾ നോക്കി ഇവിടെ കണ്ണന് 432 റുപ്പീസ് ഷോപ്പ് കീപ്പറിന് പേ ചെയ്യണം. അവൻ്റെ കയ്യിൽ കോയിൻസ് ആയിട്ട് 1ഉം 5ഉം ഉണ്ട്, നോട്ട്സ് ആയിട്ട് 10, 20, 50, 100. അവന് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ വേയിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഒരു വേദ ഇവിടെ തന്നിട്ടുണ്ട് നോക്കിയേ. 432-ന് 100ൻ്റെ 4 നോട്ട്സ് കൊടുക്കാം. 100ൻ്റെ 4 നോട്ട്സ് കൊടുക്കുമ്പം 400 ആയി. 20 അതായത് 20യുടെ 1 നോട്ട് കൊടുക്കാം, അപ്പോൾ 20 റുപ്പീസായി. 10ൻ്റെ 1 നോട്ട് കൊടുക്കാം, അപ്പോൾ 10 ആയി. ഇനി 1ൻ്റെ കോയിൻ ഉണ്ടല്ലേ, അപ്പോൾ 1ൻ്റെ 2 കോയിൻസ്, അപ്പോൾ 2 ആയി. അപ്പോൾ 400, 420, 430, 432 ഈ ഒരു മെത്തേഡിൽ കൊടുക്കാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് 50 റുപ്പീസ് ഉണ്ടല്ലേ, അപ്പോൾ 50 റുപ്പീസിൻ്റെ 8 നോട്ട്സ് കൊടുക്കാം, അപ്പം 400 ആയി. 10 റുപ്പീസിൻ്റെ ഒരു നോട്ട് കൊടുക്കാം, അപ്പോൾ 410 ആയി. ഇനി 5 റുപ്പീസിൻ്റെ 5ൻ്റെ കോയിനാണ് കേട്ടോ, 5ൻ്റെ കോയിൻ 4 എണ്ണം കൊടുക്കാം, അപ്പോൾ എത്ര ആവും? 20 റുപ്പീസായി. ഇനി 1ൻ്റെ കോയിൻ 2 എണ്ണം കൊടുക്കാം, ഇപ്പം 432 എന്നായി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 8 നോട്ട്സ് ഓഫ് 50, 1 നോട്ട് ഓഫ് റുപ്പീസ് 10, 4 നോട്ട്സ് ഓഫ് റുപ്പീസ് 5, 2 നോട്ട്സ് ഓഫ് റുപ്പീസ് 1. ഇവിടെ റുപ്പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോയിൻ തന്നെയാണ് കേട്ടോ. ഐഡൻറ്റിഫൈ ദ ടേം ഇൻ ദ 2 എക്സ്പ്രഷൻസ് എബവ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിലെ ടേമിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ടേംസ്? ഫസ്റ്റ് വണ്ണിലെ ടേം 4 × 100 ഒരു ടേമാണ് അല്ലേ, അപ്പോൾ 4 × 100 ഒരു ടേമാണ്. 1 × 20 ഒരു ടേമാണ്. 1 × 10 ഒരു ടേമാണ്. 2 × 1 അടുത്ത ടേമാണ്. അതായത് പ്ലസ് സൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ടേമുകളാണ്. ഇനി അടുത്തതിലെ ടേംസ് എന്തൊക്കെ എഴുതാം? 8 × 50 ഒരു ടേമാണ്. 1 × 10 അടുത്ത ടേമാണ്. 4 × 5 അടുത്ത ടേമാണ്. 2 × 1 അടുത്ത ടേമാണ്. ഓക്കെ, ക്യാൻ യു തിങ്ക് ഓഫ് സം മോർ വേസ് ഓഫ് ഗിവിങ് 432 ടു സമ്മൺ? അപ്പോൾ 432-നെ 432 കൊടുക്കാൻ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ വഴിയിൽ കൊടുക്കാമല്ലേ. നമുക്ക് 100ൻ്റെ 2 നോട്ട്സുകൾ കൊടുക്കാം, അപ്പോൾ 2 × 100. 2 × 100 കൊടുത്തപ്പോൾ എത്രയായി? 200 ആയി. പ്ലസ് ഇനി 50യുടെ നോട്ടുണ്ടല്ലേ, അപ്പോൾ 50യുടെ നോട്ട്സ് നമുക്ക് 4 എണ്ണം കൊടുക്കാം. 4 × 50 ഇപ്പോഴും എത്രയായി? 200 ആയി. ഇപ്പോൾ 400 ആയി. പ്ലസ് അപ്പോൾ നമ്മൾ 100 കൊടുത്തു, 50 കൊടുത്തു. ഇനി നമുക്ക് 20യുടെ നോട്ട്സ് എത്രയാണ് നമുക്ക് വേണ്ടത്? 432 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 20യുടെ നോട്ട്സ് കൊടുക്കാം, ഒരു 10ൻ്റെ നോട്ട് കൊടുക്കാം, പിന്നെ 32 ആണ് വേണ്ടത് അല്ലേ. 1ൻ്റെ 2 നോട്ട്സ് കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെയും നമുക്ക് എക്സ്പ്രഷൻ ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടുത്തെ ടേംസ് എന്തൊക്കെയാണ്? 2 × 100 ഒരു ടേമാണ്, 4 × 50 ഒരു ടേമാണ്, 20 × 1 ഒരു ടേമാണ്, 1 × 10 ഒരു ടേമാണ്, 2 × 1 ഒരു ടേമാണ്. ഇങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. എക്സാമ്പിൾ 11. ഹിയർ ആർ 2 pictures. Which of these 2 arrangements matches with the expression 5 × 2 + 3? ഇവിടെ നമുക്ക് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ 2 അറേഞ്ച്മെൻറ്റ്സിലും ഏതാണ് ഈ 5 × 2 + 3 എന്നുള്ള എക്സ്പ്രഷനോട് മാച്ച് ആവുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ലെറ്റ് us റൈറ്റ് ദിസ് എക്സ്പ്രഷൻ ആസ് എ സം ഓഫ് ടേംസ്. നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനെ ടേംസിൻ്റെ സമ്മായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് സൈൻ കൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 5 × 2 ഒരു ടേമാണ്, 3 അടുത്ത ടേമാണ്. 5 × 2 ഈസ് 10. 10 + 3 = 13 എന്ന് നമുക്ക് കിട്ടും. This expression can be understood as 3 more than 5 × 2. 5 × 2-നെക്കാട്ടിൽ 3 കൂടെ കൂടുതലുണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതേതാ വരുന്നത്?
ഇതാണ് 5 ഇൻറ്റു 2, അതായത് 2 ബ്ലോക്സ് വെച്ചിട്ടുള്ള 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് 5 ഇൻറ്റു 2 പ്ലസ് 3 മോർ ദാനും കൂടെ ഉണ്ട്. അപ്പോൾ ഏതാണ് ഈ ലെഫ്റ്റിലുള്ള ഈ അറേഞ്ച്മെൻറ്റിനോടാണ് ഈ എക്സ്പ്രഷൻ മാച്ച് ആവുന്നത്. ഇനി വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി അറേഞ്ച്മെൻറ്റ് ഇൻ ദ റൈറ്റ് മേക്കിംഗ് യൂസ് ഓഫ് ദി നമ്പേഴ്സ് ഓഫ് യെല്ലോ ആൻഡ് ബ്ലൂ സ്ക്വയേഴ്സ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ തന്നേക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? യെല്ലോ 1 2 3 4 5 യെല്ലോ ഉണ്ട്, 1 2 3 ബ്ലൂ ഉണ്ട്. അപ്പോൾ 5 + 3 എന്ന് വരും ആദ്യത്തത്. ഇങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 5 + 3 എന്ന് എഴുതാം. ഇനി 5 + 3 ഇൻറ്റു 2 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം തന്നെയായിരിക്കും. അതായത് 5 + 3യുടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനെ നമ്മളെങ്ങനെ എഴുതി? 2 ഇൻറ്റു 5 + 3 എന്ന് എഴുതി. അല്ലെങ്കിൽ ഇതാ എങ്ങനെ എഴുതാം? 5 + 3 + 5 + 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ 5 ഇൻറ്റു 2, 5 എണ്ണത്തിൻ്റെ യെല്ലോ 5ൻ്റെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 5 ഇൻറ്റു 2 + 3 ഇൻറ്റു 2 എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ എക്സ്പ്രഷനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിലെ എക്സാമ്പിൾസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.